ഹലോ അസ്സലാമു അലൈക്കും. ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ? അൽഹംദുലില്ലാ ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ദോശയാണ് കേട്ടോ ഒന്ന് കാണിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ തലേ ദിവസം അരിയും ഉഴുന്നും വെള്ളത്തിൽ ഇട്ട് വെക്കുക ഒന്നും ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ പച്ചരി അരക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് നമ്മുടെ ചോറും അതുപോലെ തന്നെ അരിപ്പൊടി ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു ദോശ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് മിക്സിയിൽ കറക്കി അപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇതിൽ നമ്മൾ ബേക്കിംഗ് സോഡയോ ഈസ്റ്റോ ഇനോയോ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. അല്ലാതെ തന്നെ നല്ല സോഫ്റ്റായിട്ട് നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു ദോശയാണ് കേട്ടോ. അപ്പം നമ്മുടെ മക്കൾക്ക് രാവിലെ സ്കൂൾക്ക് കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ രാവിലത്തൊക്കെ കൊടുത്തയക്കുമ്പോൾ ഇതുപോലെ കൊടുത്തയച്ചാലും അവർക്ക് ഇഷ്ടമാവും കേട്ടോ. ഇതിൻ്റെ കൂടെ നമുക്ക് എന്ത് കറി ആയിട്ടാലും നമുക്ക് ബെസ്റ്റ് കോമ്പിനേഷനാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു ദോശയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കണ്ടു നോക്കണം കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാനും വേണ്ടിയിട്ട് മറക്കല്ലേ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1/4 ഗ്ലാസ് തേങ്ങ ചിരവിയതാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ 1/4 ഗ്ലാസ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം ഒരേ അളവിൽ ഒരേ ഗ്ലാസിൻ്റെ അളവിലാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. 1/4 ഗ്ലാസ് ചോറും അതുപോലെ തന്നെ 1/4 ഗ്ലാസ് തേങ്ങ ചിരവിയതുമാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ തേങ്ങ ചിരവിയത് നിങ്ങൾക്ക് ഇത്തിരി കൂട്ടി എടുക്കണമെങ്കിൽ എടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് ഞാനിതാ ഒരു 1/4 ഗ്ലാസ് തികച്ച് വെള്ളം ഒഴിച്ചിട്ടില്ല. നമുക്ക് ചോറൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ അരിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ആ ഒരു ചോറും തേങ്ങയും നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കതിലേക്ക് അരിപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ചേർത്തിട്ടുള്ളത് കടയിൽ നിന്ന് വാങ്ങുന്ന പാക്കറ്റ് പൊടി ഉണ്ടല്ലോ അതാണ് കേട്ടോ. 1 ഗ്ലാസ് അരിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ 1/2 ഗ്ലാസ് വെള്ളം ഞാൻ ചേർത്തു കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. കഴിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ടേസ്റ്റൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഇനി അതിലേക്ക് ഞാൻ 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അരയ്ക്കുന്ന സമയത്ത് ഞാൻ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ എടുക്കുന്ന പൊടിക്ക് അനുസരിച്ചിരിക്കും വെള്ളത്തിൻ്റെ അളവൊക്കെ. അപ്പോൾ അത് അരയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വെള്ളം കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അപ്പോൾ ലേശിച്ച വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഒത്തിരി ആദ്യം തന്നെ കൂട്ടിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ ഒരുപാട് ലൂസായിട്ടും ഒരുപാട് കട്ടിയായിട്ടുള്ള ഒരു ബാറ്ററല്ല നമുക്ക് വേണ്ടത്. അപ്പോൾ ഇനി നമ്മുടെ മിക്സിയുടെ ജാറിൽ നല്ലോണം ബാറ്റർ ഉണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനിതാ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ആ മിക്സിയുടെ ജാറൊന്ന് കുലുക്കിയിട്ട് അതും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ മിക്സി എടുത്ത് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സിമേ വെച്ചിട്ട് ഒന്ന് കറക്കി എടുത്താൽ മതി. അപ്പോൾ അതിൽ മാവെല്ലാം വരും കേട്ടോ. അപ്പോൾ അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ ലാസ്റ്റാണ് വെള്ളമൊക്കെ ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ബാറ്റർ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ രീതിക്കാണ് നമ്മുടെ മാവ് ഇരിക്കേണ്ടത് കേട്ടോ. കണ്ടല്ലോ, അപ്പോൾ ഒത്തിരി കട്ടിയല്ല. അപ്പോൾ ഇനി നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ഇതിൽ ബേക്കിംഗ് സോഡയും ഈസ്റ്റൊന്നും ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ദോശച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. ദോശച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദോശച്ചട്ടി നന്നായിട്ട് ചൂടായിക്കോട്ടെ. ചൂടായ ശേഷം മാത്രം നമ്മുടെ മാവ് കോരി ഒഴിച്ച് കൊടുക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇത് കണ്ടല്ലോ, നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഞാനിത് ഈ ദോശക്കല്ല് ചൂടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ദോശക്കല്ല് നന്നായിട്ട് ചൂടായ ശേഷം നമ്മളതിൽ എണ്ണ തടവി കൊടുക്കുക. നിങ്ങൾ എന്ത് എണ്ണയാണോ ദോശക്കല്ലിൽ യൂസ് ചെയ്യാറുള്ളത് വെച്ചെങ്കിൽ അത് ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഒരു തവി മാവ് ഒഴിച്ച് കൊടുക്കുക. ഏറ്റവും ഹൈ ഫ്ലെയിമിലാണ് നമ്മുടെ ഗ്യാസ് ഇരിക്കുന്നത് കേട്ടോ. നമ്മുടെ ഈ ഒരു ദോശച്ചട്ടിയിൽ ഉണ്ടാക്കുന്ന സമയത്ത് ഫ്ലെയിം കുറച്ച് വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ കണ്ടല്ലോ, ഇതുപോലെ ഹോൾസ് വരാൻ തുടങ്ങും കേട്ടോ. കണ്ടോ, ഇതുപോലെ നിറയെ ഹോൾസ് ഒക്കെ ഒരു 1/4 ഭാഗം ഹോൾസ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സമയം നമുക്ക് മൂടി വെച്ച് കൊടുക്കുക. 1 മിനിറ്റിൻ്റെ അടുത്ത് വരെ ഇരുന്നോട്ടെ കേട്ടോ. അതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് കുക്കായിട്ട് കിട്ടും. കണ്ട, ഇപ്പോൾ നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുള്ള ദോശ ആയിട്ടുണ്ട്. എത്രത്തോളം സോഫ്റ്റാന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ അതെടുത്ത് മാറ്റി അപ്പോൾ നമുക്ക് അടുത്തതും കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിലും കുറച്ച് എണ്ണ തേച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ നല്ലെണ്ണയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാകുമ്പോൾ നമുക്കൊരു പ്രത്യേക സ്വാദാണ് നല്ലെണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കേട്ടോ. അപ്പോൾ അതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ചെറിയ ദോശയായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ച് കൂട്ടി വലുതാക്കിയിട്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ 1.5 തവി മാവൊക്കെ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ പ്രസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് വല്ലാണ്ട് ഞാൻ പരത്തി അങ്ങോട്ട് കൊടുക്കുന്നില്ല. ആ ഒരു മാവ് അതിൽ ഒഴിക്കുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് പരന്ന് വരുന്നില്ലേ, അതൊന്ന് ജസ്റ്റ് നമ്മൾ തവി വെച്ചിട്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നു.
അത്രയും ചെയ്താൽ മതി കേട്ടോ. അപ്പോഴാണ് നമുക്ക് ഇതുപോലെ ഹോൾസ് ആയിട്ട് വരിക. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി നിങ്ങളിത് ഫ്രൈ പാനിലൊക്കെയാണ് ചെയ്യുന്നത് വെച്ചെങ്കിൽ നിങ്ങൾക്ക് എണ്ണ തടവേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ നമുക്ക് അതിൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ പാന് ചൂടായിട്ടുണ്ടെങ്കിൽ നല്ലോണം ചൂടായ ശേഷം പാന് നന്നായിട്ട് ഗ്യാസ് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നിങ്ങൾ അതിൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് ഇതുപോലെ ഒന്ന് പരന്ന് വരാൻ വേണ്ടിയിട്ട് പ്രയാസമായിരിക്കും. അപ്പോൾ കണ്ടല്ലോ, അപ്പം ഇതെല്ലാം ഞാനെന്നാ ബാക്കിയുള്ള എല്ലാ ദോശയും ഒന്ന് ചുട്ടെടുക്കട്ടെ കേട്ടോ. മൂടി വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ, കാരണം നമ്മുടെ അരിപ്പൊടി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലോണം ഇതിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് വെന്ത് ഒന്ന് കുക്കായിട്ട് കിട്ടണമെങ്കിൽ നമ്മളിത് മൂടി വെച്ച് കൊടുക്കണം കേട്ടോ, എന്നാലാണ് വെന്ത് കിട്ടുള്ളൂ. ഇപ്പം ഞാൻ ഫ്ലെയിം ഒട്ടും കുറച്ചിട്ടില്ല കേട്ടോ. ഹൈ ഫ്ലെയിമിൽ നമ്മൾ ആ ദോശക്കല്ല് ചൂടാവാൻ വേണ്ടി വെച്ചില്ലേ, അപ്പോൾ തൊട്ടേ ഹൈ ഫ്ലെയിമിലാണ്. അപ്പോൾ ഫ്ലെയിം കുറച്ച് കൊടുക്കണ്ട കേട്ടോ, ദോശക്കല്ലിലാവുമ്പോൾ ഇത് നമ്മുടെ ദോശ വെന്ത് കിട്ടില്ല കേട്ടോ. അപ്പം ഞാനിത് ദോശ മുഴുവനായിട്ടും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇത് ചെയ്ത് നോക്കിയവരൊക്കെ ഉണ്ടാവും കേട്ടോ. ഇല്ലാത്തവർ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമ്മുടെ രാവിലെയൊക്കെ വെറൈറ്റി ആയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുകയും വേണം, എളുപ്പപ്പണിയായിട്ടുള്ളത് വേണം എന്നുള്ളവരുണ്ടാവുമല്ലോ. അപ്പോൾ അവർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ്. അപ്പം രാവിലെ ദോശ മാത്രം കഴിക്കുന്ന കുട്ടികളൊക്കെ കണ്ടിട്ട് രാവിലെ ദോശ കൂടുതൽ ഇഷ്ടം ദോശയാണ്. അപ്പോൾ അവർക്കും ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഓരോ തരം ദോശ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്കും ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടിയിട്ടും മറന്നു പോവല്ലേ കേട്ടോ. നമ്മളെ ചാനലിൽ ഇതുപോലെ ഒത്തിരി ദോശയുടെ വെറൈറ്റി ആയിട്ടുള്ള ദോശയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈസ്റ്റും മിനയും ഒന്നുമില്ലാതെ തന്നെ തലേന്ന് അരച്ച് വെക്കാണ്ട് ഉഴുന്നില്ലാണ്ടൊക്കെ ആയിട്ട് പലതരത്തിലുള്ള ദോശയായാലും ഇഡ്ഡലി ആയാലും അതുപോലെ സ്നാക്സ് ആയാലും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതും കൂടെ ഒന്ന് കയറി കണ്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കല്ലേ. അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ ഇന്നത്തെ ഈ ഒരു അരിപ്പൊടി വെച്ചിട്ടും ബാക്കി വന്ന ചോറ് വെച്ചിട്ടുള്ള ദോശ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോവല്ലേ കേട്ടോ. നമ്മളെ വീഡിയോസിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് താഴെ അറിയിക്കാൻ വേണ്ടി മറക്കല്ലേ കേട്ടോ. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.